കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ബി ജെ പിയോടെ വളരാത്തത്. അല്ലാതെ ലീഗ് ഉണ്ടായതുകൊണ്ടോ കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടോ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് ബി ജെ പിയോടെ എന്താവാത്തത്, ഉയർന്നു വരാത്തത്. എൽ ഡി എഫിലെ വലിയ വലിയ മുതിർന്ന നേതാക്കന്മാർ, ഗോവിന്ദ മാസ്റ്റർ ആണെങ്കിലും എം എം മണി ആണെങ്കിലും, ഇവർക്ക് കൂടുതൽ തമാശയായിട്ടാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഡോക്ടർ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. പക്ഷേ അയാളിപ്പോൾ പറഞ്ഞ ഒരു പ്രസ്താവന എന്താണ്? അദ്ദേഹം പറഞ്ഞത്, കോമാളി വേഷം കെട്ടുന്ന നടന്മാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്നുള്ളതാണ്. വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറയുന്നതാണ് തോമസ് ഐസക്. ആരെ പറ്റി പറയുന്നത്? പിഷാരിയെ പറ്റി. അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നോ? തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല. പിന്നെ എങ്ങനെ വോട്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലായത്? അതൊക്കെ പറഞ്ഞുണ്ടാക്കിയ മുമ്പ് സ്ക്രീൻഷോട്ട് വിവാദം, പല രീതിയിലുള്ള വിവാദം, ഇപ്പതാ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചിട്ട് വിവാദങ്ങൾ, പല രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കുകയാണ്. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഈ പാർട്ടി ബാക്കോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ ഒറ്റ സീറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ബി ജെ പി വളരാതിരിക്കാൻ ഒരേ ഒരു പാർട്ടിയാണ് കാരണം. ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ബി ജെ പിയോടെ വളരാത്തത്. അല്ലാതെ ലീഗ് ഉണ്ടായതുകൊണ്ടോ കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടോ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് ബി ജെ പിയോടെ എന്താവാത്തത്, ഉയർന്നു വരാത്തതെന്ന് എനിക്ക് പറയാനുള്ളത്. സത്യാവസ്ഥ നമ്മൾ പറയണം, നമ്മൾ ഏത് പാർട്ടിക്കാരനാണ്. ഓക്കെ. അപ്പൊ തോമസ് ഐസക്കിന്റെ ഈ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാവും. ഏതായാലും ഓക്കെ.